നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം, സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ വിതരണമാണ് ഇനി നടക്കുവാനുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2 മാസത്തെ പെൻഷൻ തുകയായിരിക്കും ഓണത്തിന് നമ്മളുടെയൊക്കെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ നേരിട്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥരും വിതരണം ചെയ്യുവാൻ പോകുന്നതെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഇപ്പോൾ കൃത്യമായ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇപ്പോൾ 2024 മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടക്കുകയാണ്. ഓഗസ്റ്റ് മാസം 24 വരെയാണ് ഇത്തരത്തിൽ മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനുള്ളിൽ മസ്റ്ററിങ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും തൊട്ടടുത്ത മാസമുള്ള പെൻഷൻ ലഭിക്കുക. അപ്പോൾ ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പുതിയ ലിസ്റ്റ്, അതായത് പെൻഷൻ ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുവെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. 2023 ഡിസംബർ മാസം 31 വരെ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആളുകളാണ് മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് നമ്മളുടെ പെൻഷൻ തുക ഉറപ്പുവരുത്തേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങളിൽ 30 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതായിരിക്കും. ഇനി മസ്റ്ററിങ് ചെയ്യുന്ന ആളുകളൊക്കെ സേവന പെൻഷൻ സൈറ്റിൽ മസ്റ്ററിങ് പൂർത്തിയായിട്ടുണ്ടോ അല്ലെങ്കിൽ മസ്റ്ററിങ് എല്ലാം ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പല ആളുകളും മസ്റ്ററിങ് ചെയ്തിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും പോന്നു കഴിഞ്ഞിട്ട് പെൻഷൻ ലഭിക്കാതെ വരുമ്പോഴാണ് മസ്റ്ററിങ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മസ്റ്ററിങ് സ്റ്റാറ്റസ് ഓക്കെ ആയിട്ടില്ല എങ്കിൽ ഇവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല എന്ന് കൃത്യമായി നമ്മൾ ഓർത്തു വയ്ക്കുക. സംസ്ഥാനത്ത് പല ആളുകൾക്കും അവർ ആധാർ കാർഡ് ഇല്ലാതെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചുകൊണ്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റും നൽകേണ്ട സമയമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും നിങ്ങൾ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്